ഞാനിന്ന് മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കല് രസകരമായൊരു വീഡിയോ കാണാനിടയായിട്ടോ. ആ വീഡിയോയിൽ ഒരു ലേഡി പറയുന്നുണ്ട്, ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അവരെ ശരിയാക്കി തരണ്ടെന്ന്. പുള്ളിക്കാരി ഈ ഒരു കാര്യം പറയാനായിട്ട് അതിന് ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ലേഡിയുടെ ഹസ്ബൻഡിന് ഈ ലേഡിയോട് സംസാരിക്കാനായിട്ട് സമയമില്ല. ജോലി കഴിഞ്ഞ് വന്ന ഫോണിൽ, ഉറങ്ങാൻ നേരത്തെ ഫോണിൽ, ഈവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും ഫോൺ പിടിച്ചിട്ടാണ് ഹസ്ബൻഡ് പോണത്. പിന്നെ ആർക്കായാലും ദേഷ്യം വരാതിരിക്കൂ? ഈ ഒരു സംഭവം നാം എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധമായി കമൻ്റ് ഇടണം കേട്ടോ, നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ വീട്ടിലും ഇത് നടക്കുന്നുണ്ട്, ഞാനത് തുറന്നു പറയാം. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറേ പഠിച്ചു. അപ്പം ഞാൻ കണ്ടെത്തുന്ന വഴികൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. വീക്കിലി വൺസ് നിർബന്ധമായും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും മോർണിംഗ് കൊണ്ട് പുറത്തു പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 1 മണിക്കൂർ എല്ലാ ഗാഡ്ഗറ്റ്സും മാറ്റി വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് കുടുംബത്തോടൊപ്പം സംസാരിക്കാനും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യാനുമുള്ളൊരു സമയം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്, മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു സമയം കണ്ടെത്താറുണ്ടോ എന്നുള്ളത് ദയവായി കമൻ്റ് ഇടുക. ഇനി ഇതിങ്ങനെ ചെയ്യാത്ത ഒരു കുടുംബമാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പല കുടുംബത്തിലും നടക്കുന്ന ഒരു സംഭവമാണ്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലരും എക്സ്ട്രാ മാരീഷ്യൽ അഫെയറിലേക്ക് പോകുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഇതാണ്. പല പുരുഷന്മാർക്കും അവർക്ക് വേണ്ടി വെച്ച് വിളമ്പുന്ന ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല. അവരുടെ മക്കളെ പഠിപ്പിച്ച് വളർത്തുന്ന ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല. അതുപോലെ പല സ്ത്രീകൾക്കായാലും ഈ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി വരുന്ന സമയങ്ങളിൽ, ബാക്കി സമയങ്ങളിൽ അവർ ഫ്രീ ആയിരിക്കുമല്ലോ. ഈ സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു രസകരമായൊരു കാര്യമാണ് ഈ മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്ന പലരും ഉണ്ട്. കാരണം അവർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ്, പുതിയ ആൾക്കാരോട് സംസാരിക്കുക, പുതിയ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. അപ്പോൾ ഇത് ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഫോണാണ്. പലരും, അല്ലെങ്കിൽ നാം എല്ലാവരും ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഒരു തടങ്കലിലാണെന്ന് പറയാം. മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനൊരു കാലഘട്ടത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഈവൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ പോലും നമുക്ക് ഫോണില്ലാതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയാണ്. ഈവൻ കുട്ടികളായാലും ഇന്ന് അങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. എത്രയോ കുട്ടികൾക്കാണെന്നറിയോ കണ്ണിന് പ്രശ്നം, അതുപോലെ തന്നെ തലവേദന, അപസ്മാരം വരെ ഉണ്ടാവുന്നുണ്ട് ഫോണിൻ്റെ ഉപയോഗം മൂലം. ഇതിന് കാരണക്കാരാരാണ്? പല അമ്മമാരും കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കാണിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാം അനുഭവിക്കുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്നില്ല. മണ്ണെന്താണെന്ന് അറിയുന്നില്ല. അവർ പ്രകൃതി കാണുന്നത് ഫോണിലൂടെയാണ്, കടൽ കാണുന്നത് ഫോണിലൂടെയാണ്. ഫോണില്ലാത്തൊരു ലോകം അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവർക്കറിയില്ല ഫോണില്ലാത്ത കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്നു. നാമൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫോണില്ലാത്ത സമയത്ത്. ഒരു 80s-ലും 90s-ലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാരാണെങ്കിൽ, ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഫോണില്ലാത്ത കാലഘട്ടം എന്ത് സുന്ദരമായിരുന്നു എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു, ബോണ്ടിങ് എങ്ങനെയായിരുന്നു, നമ്മൾ എങ്ങനെയാണ് കളിച്ചു വളർന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതറിയില്ല. എന്ത് കഷ്ടമാണല്ലേ അത്. ഇന്ന് പലപ്പോഴും വെക്കേഷനിലാണ് കുട്ടികൾ കടൽ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ മണ്ണിലേക്കൊന്ന് ഇറങ്ങുന്നത്. പലരും വെക്കേഷനിലാണ്. അവർക്ക് സമയമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, പലരും ബോധപൂർവം തന്നെ പല അമ്മമാരും ഫോൺ കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഫോൺ കൊടുക്കാതാകുമ്പോൾ ഈ കുട്ടികൾ റെസ്റ്റ്ലെസ് ആവാണ്. ഇത് ഞാനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോൺ ഞാൻ മാക്സിമം കൊടുക്കാറില്ല, മാക്സിമം ഒഴിവാക്കാറുണ്ട്. പക്ഷെ എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് മേടിക്കുമ്പോൾ ഈ കുട്ടികൾ കാണിക്കുന്ന ഒരു ദേഷ്യമാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു വികാരമാണ് അവർ കാണിക്കുന്നത്. തിരിച്ചു തരുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് തിരിച്ചു ചോദിക്കുമ്പോൾ. നിങ്ങളിത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പോൾ പരമാവധി ഫോൺ ലൈഫിൽ നിന്ന് തന്നെ
മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ഇന്ന് കുട്ടികളെ ക്ലാസ് റൂമിൽ ഒരു 3/4 മണിക്കൂറോ അരമണിക്കൂറോ ഉള്ള ഒരു ക്ലാസ്സിൽ പിടിച്ചിരുത്താന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും റെസ്റ്റ്ലെസ് ആണ്. ആർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ റീൽസ് കണ്ട് ഇങ്ങനെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു 15 സെക്കൻഡ് പോലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു 3/4 മണിക്കൂറുള്ള ക്ലാസ്സിൽ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക? കഷ്ടമാണ് കാര്യം. ഈവൻ വീട്ടിലായാലും എത്ര കുട്ടികൾ ഇപ്പോൾ 5 മിനിറ്റെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ പരമാവധി സ്ക്രീൻ ടൈം കുറയ്ക്കുക, കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോവുക, അവർക്കെല്ലാം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയുന്നുണ്ടെങ്കിലും കൂടി പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കാരണം ഇന്നത്തെ ഫ്ലാറ്റ് ലൈഫാണല്ലേ. നമുക്ക് ആരുമില്ല നമ്മളെ സഹായിക്കാനായിട്ട്. നമുക്ക് കുട്ടികളെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് പല അമ്മമാരും ഫോൺ കൊടുക്കുന്നത്. അത് അമ്മമാരെ കുറ്റം പറയില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് പല പണികളുണ്ട്, അതൊക്കെ ചെയ്യണം. അതിന് കുട്ടികളൊന്നും അടങ്ങിയിരിക്കണം, അതിന് വേണ്ടി കൊടുക്കുകയാണ്. പക്ഷെ അത് എത്രമാത്രം കുട്ടികളുടെ ഭാവി ജീവിതത്തിലേക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്നറിയാമോ? കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന അമ്മമാരോട് ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ജീവിതം നമുക്ക് സുരക്ഷിതരാക്കണം. അവർ ആയുരാരോഗ്യത്തോടു കൂടി ജീവിച്ച് വളർന്ന് നല്ലൊരു ഭാവിയിൽ എത്തുന്നത് കാണാനല്ലേ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പരമാവധി ഫോൺ ഉപയോഗം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.